everyone, welcome to our video. Okay, അപ്പോൾ നമ്മൾ എവിടെ പോയിന്നാ? നമ്മൾ ഔട്ടിങ്ങിന് പോവാ. നമ്മൾ പോകുന്ന സ്ഥലം ഡിസൈഡ് ചെയ്തിട്ടില്ല അല്ലേ? സിനിമ കാണിക്കാം അല്ലേ? അങ്ങനെ ഹെലമോള് ഈസ് ബേബി ഒരുപോലത്തെ ഉടുപ്പൊക്കെ ഇട്ട് ട്വിന്നിങ് ആണ്. ട്വിന്നിങ് കണ്ടോ? അച്ചാച്ചുണ്ട്, അച്ചാച്ചൻ കൂടി ഇരുന്നോട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് കാണാം അല്ലേ? സോ പോവാം. ഓക്കെ, ഇപ്പൊ സമയം ഇവിടെ ഇഹാങ്കുട്ടൻ റെഡിയായി വന്നു. 4:30. ഇറ്റ്സ് ഓൾറെഡി 8 o'clock. അതിന്റെ വാച്ചിന്റെ ടൈം നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ ഓൾറെഡി ഇവിടെ 8 മണിയായി. ഞങ്ങളിവിടെ പുറത്ത് ചുമ്മാ ഒന്ന് പോവാണ്. ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഇങ്ങനെ ഹേവലൂട്ടനും റെഡിയായി, ഇച്ചും റെഡിയായി. ഇച്ചു മൊബൈലിൽ എന്തോ കാണുക. സോ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുവായി. ഹേബലു, ഹേബലി, എവിടെ പോവാ? എവിടെ പോവാ? ടാറ്റ പോവാണോ? ഓക്കേ. എല്ലാവർക്കും സുഖമാണോ ചോദിച്ചു? എല്ലാവർക്കും സുഖമാണോ? സുഖമാന്ന് പറയാം ആൾക്കാർ കണ്ടോണം കേട്ടോ. വീടും ഇങ്ങനെ ഹെലമോക്ക് ഇസബേബിക്ക് ഒരുപോലത്തെ ഉടുപ്പാണ്. രണ്ടുപേർക്കും ഉണ്ണിപ്പാപ്പ വാങ്ങിച്ചു ഉടുപ്പ്, ഉണ്ണിപ്പാപ്പ സെൻറ്റാൻറ്റി മേടിച്ചു ഉടുപ്പ് രണ്ടുപേർക്കും. നമ്മൾ ഉണ്ണിയുടെ വണ്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇച്ചു വണ്ടി വാഷിങ്ങിന് കൊടുത്തിട്ട് നമ്മുടെ വണ്ടിയിൽ ജോയിൻ ചെയ്യും. അങ്ങനെ നമ്മൾ അൽജർ ഫെസ്റ്റിവൽ ലാൻഡിൽ എത്തിയിരിക്കുവാണ്. ആൺകുട്ടനുണ്ട്. കേബിൾ ഉണന്നു. ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എൻട്രൻസ് ആണിത്. ഇവിടെ 5 years ബിലോ ഉള്ളവർക്കും 60 എബോവ് ഉള്ളവർക്കും പാസ് ഫ്രീ ആണ്. അല്ലാത്തവർക്ക് 5 dirhams ആണ് ഇവിടുത്തെ എൻട്രി ഫീ. ഇവിടെ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മെല്ലെ അങ്ങോട്ട് പോയി നോക്കാം. ഉണ്ണിപ്പാപ്പ നിസ്സയുടെ ഫോട്ടോ എടുക്കുകയാണ്. ഇഹാൻകുട്ടനും ഹെയ്ഡാപ്പിയും ഇതൊക്കെ വണ്ടിയിലൊക്കെ എൻജോയ് ചെയ്യുക. ഹെലമോൾ ഉറക്കമായിരുന്നു, എഴുന്നേറ്റു. ഹെലനെ ഇസേനയും പോലെയൊക്കെയുള്ള കുട്ടികൾക്ക് റൈഡ് ചെയ്യാൻ പറ്റിയതാണിത്. ഈ റൈഡ് ഇത് ഇച്ചിരി കൂടെ വലിയ കുട്ടികൾക്കുള്ളതാണ്. വലിയ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതിൽ റൈഡ് ചെയ്യാം. പിന്നെ ഇത് കുറച്ച് സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതുവഴി ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. പിന്നെ അതുവഴി ഒരു ബലൂണൊക്കെ വിൽക്കുന്ന ആൾക്കാരൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പലതരത്തിലുള്ള ബലൂൺസൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോ റൈഡ്സിൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെയാണ് മറ്റുള്ളവർ എൻജോയ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇതൊരു ഒട്ടകമാണ്. ഇതിൻ്റെ പുറത്ത് കയറി നമുക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാം. ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്നതിന് നമ്മൾ പ്രത്യേകം പേയ്മെൻറ്റ് കൊടുക്കണം. അവിടുത്തെ ലൈറ്റ് വർക്ക്സ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കാരണം രാത്രിയിൽ ഈ ലൈറ്റ് വർക്ക്സ് ഒത്തിരി ബ്യൂട്ടിഫുള്ളായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു കുഞ്ഞൊരു ഹോഴ്സ് നിൽപ്പുണ്ട്. ഈ ഹോഴ്സ് നമ്മളവിടെ ആൾക്കാർക്ക് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. നല്ല ആർച്ചൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കി ഇട്ടിരിക്കുന്ന ലൈറ്റും ഉണ്ട്. പിന്നെ ഞങ്ങൾ പോയത് റാബിറ്റ്സിൻ്റെ പാർക്കിലേക്കാണ്. റാബിറ്റ്സിൻ്റെ പാർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള റാബിറ്റുകളുടെ ബലൂൺ മോഡലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് അതിൻ്റെ മുന്നേ നിന്ന് ഫോട്ടോ എടുക്കാനും അതിൻ്റെ അടുത്ത് പോയി കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ എർത്തിൻ്റെ മോഡലാണ്. ഇതൊരു വലിയ ഹ്യൂജ് ബോൾ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ പലതരത്തിലുള്ളതും അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബലൂണുകൾക്കകത്തൊക്കെ അവർ കളറൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് നല്ല രസമാണ്.
അങ്ങനെ ഒരു കുഞ്ഞൊരു റാബിറ്റ് ഇരുന്ന് ക്യാരറ്റ് കഴിക്കും നമുക്ക് കാണാം. അങ്ങനെ പലതരത്തിലുള്ള റാബിറ്റുകളുണ്ട് ഇവിടെ. നിങ്ങളെല്ലാം ഇങ്ങനെ എന്താ പറയുക, പല ആൾക്കാരുടെയും വന്നിട്ട് അതിനെ എടുക്കാൻ പറ്റുന്നുണ്ട്. കുട്ടികളും വലിയവരും ഒക്കെ വന്നിട്ട് ഇതിനെ വാങ്ങുന്നുണ്ട്. ഇതിനെ കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കുകയും ഇതിനെ കയ്യിലെടുത്ത് വീഡിയോ എടുക്കുകയും ചെയ്തു. പിന്നെ സനിറ്റ ഒരെണ്ണത്തിനെ വാങ്ങി കുട്ടികളുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ഹെലമോളും ഇസബേബിയും ഹിഹാൻകുട്ടനും ഹേഡാപ്പിയും എല്ലാവരും ഇതിനെ മാറി മാറി ഒന്ന് എടുത്തു നോക്കി. ഒത്തിരി രസമായിരുന്നു കേട്ടോ. കാരണം കുട്ടികൾക്ക് അതിനെ തൊടുമ്പോൾ ഒരു സ്പോഞ്ച് പോലെ തോന്നുന്ന കുഞ്ഞത്. ഹെലമോളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിനെ എടുക്കാൻ വേണ്ടിയിട്ട്. ഹെലമോടെ കയ്യിൽ നിന്ന് ഹിഹാൻകുട്ടൻ അതിനെ വാങ്ങിച്ചു. അതിനെ എടുക്കാൻ ശ്രമിക്കുന്നത് കാണുന്നത്, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അതിനെ തൊട്ട് തലോടിയൊക്കെ വിടുവാണ്. ഇസബേബി അതിനെ എടുത്തില്ല, പക്ഷേ അതിനെ തൊട്ടൊക്കെ നോക്കിയത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏറ്റവും ക്രേസ് ഹെലമോക്കായിരുന്നു അതിനെ എടുക്കാനായിട്ട്. ഹേഡാപ്പി ഒന്ന് എടുത്ത് നോക്കി, പക്ഷേ അധികം ഹേഡാപ്പി എടുത്തുകൊണ്ട് നിന്നില്ല. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഉണ്ണിപ്പാപ്പ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് മുയലിനെ എടുക്കേണ്ടതെന്ന്. അങ്ങനെ ഹിഹാൻകുട്ടൻ അതിനെ ഒന്ന് എടുത്ത് നോക്കി, പക്ഷേ ഹിഹാൻകുട്ടന് അവനതിനെ കയ്യിലെടുത്തു. ഇസബേബിക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. ഹെലമോക്ക് ഇതിനാൽ യാതൊരു പേടിയില്ല, എന്നാൽ അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് പേരും കൂടെ അടിച്ചു പൊളിച്ച് ഏത് റൈഡിൽ കയറണം എന്നുള്ള ആലോചനയിൽ പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഇസബേബി ഇതേ കയറണമെന്ന് പറഞ്ഞു, പക്ഷേ ഇത് അത്യാവശ്യം നല്ലപോലെ പേടിക്കുന്ന പറഞ്ഞതാണ്. അങ്ങനെ ഞാനൊരു സെൽഫി ആക്കി നോക്കി. ഇച്ചു ഹേഡൻ്റെ കാലിൽ ഷൂവിൻ്റെ ലേസ് കെട്ടിക്കൊടുക്കുക, അത് അഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാഴ്ചകൾ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ചെറിയ റൈഡിൻ്റെ അടുത്തെത്തി. കാരണം ഇസബേബിയും ഹെലമോളെ ഇതേ കയറ്റാണ്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്, അവർ പേടിക്കാതിരിക്കാൻ. ഇതിലൊക്കെ ഇരിക്കുന്നവരിരുന്ന് കരയുന്നുണ്ട്. ഈ ഒരു റൈഡിൽ ഇരിക്കുന്നവരൊക്കെ നല്ല ഉച്ചത്തിൽ കൂവുന്നും ബഹളം വയ്ക്കുന്നതും ഒക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്തു. കാരണം നൈറ്റും കൂടെ ആയിരുന്നു, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. നല്ല ലൈറ്റിൻ്റെ നല്ല വർക്ക്സ് ആയിരുന്നു അവിടെ. ഫുള്ള് നമ്മൾ എൻട്രി ചെയ്യുമ്പം തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ്. അപ്പം ഞങ്ങളവിടെ നിൽക്കുന്ന ഗൈഡിനോട് ഞങ്ങൾ എൻക്വയറി ചെയ്തു, ഇങ്ങനെ ഹെലൻ മോൾക്കും ഇസബേബിക്കും അത് കയറാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ കുട്ടികൾക്ക് ഇത് അലൗഡാണെന്ന് പറഞ്ഞു. ഹിഹാൻകുട്ടനും ഹെയ്ഡനും അലൗഡായിരുന്നു, പക്ഷേ അവർക്ക് കുറച്ചും കൂടെ നല്ലൊരു റൈഡിൽ കയറ്റാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വിചാരം. അങ്ങനെ ഇതിനകത്തൂടെ ട്രെയിൻ സർവീസ് ഉണ്ട്, അതാണ് ഈ കാണുന്നത്. വീണ്ടും കറങ്ങി തിരിഞ്ഞ് ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനകത്തൂടെ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിക്കും. അങ്ങനെ ഹെയ്ഡൻ ഒരു റൈഡേ കയറിയിരിക്കുവാണ്. ആക്ച്വലി ആദ്യത്തെ പ്ലാൻ ഹേഡൻകുട്ടനെയും ഹിഹാൻകുട്ടനെയും ഇതേ കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഹിഹാൻകുട്ടൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഇതിൽ ഹിഹാൻകുട്ടന് കയറാൻ പറ്റില്ല. ഹെയ്ഡൻ കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഹെയ്ഡൻ അടിപൊളിയായിട്ട് കയറി. അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതെല്ലാം ഹെയ്ഡനെ കയറ്റി. വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പൊങ്ങുമ്പോൾ ഹെയ്ഡനൊന്ന് ജസ്റ്റ് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവർക്കപ്പുറത്ത് പെട്ടെന്നത് അതിൻ്റെ സീറ്റ്സുകൾ മുകളിലേക്ക് പൊങ്ങും, അപ്പോൾ ഒന്ന് ഞെട്ടി. പിന്നെ അവൻ ഓക്കെ ആയി, ഹാപ്പി ആയിരുന്നു. അങ്ങനെ അതിലിരിക്കുന്ന കുട്ടികളെല്ലാം തന്നെ നല്ല ഒച്ചയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് റൈഡ് ഹിഹാൻകുട്ടനെ ഇതിൽ കയറ്റി. അതിൽ കുറേ ആൾക്കാരോട് പറഞ്ഞിട്ട് ആദ്യം ഹിഹാൻകുട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ. അപ്പോഴാണ് കുറേ കുട്ടികളും കൂടെ വന്നത്. അപ്പോൾ അവരത് ഇത് ചെയ്തു. ഹിഹാൻകുട്ടൻ ഹായ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്.
അങ്ങനെ ഹെയ്ഡൻ കൂട്ടം തിരിച്ചെത്തി. അവനോട് ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചു. അവൻ അടിപൊളിയായിരുന്നു. അവൻ ഇനി അത് വേറൊരു റൈഡിലും കൂടെ കയറണം എന്നുള്ളതായിരുന്നു ഹെയ്ഡൻ്റെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾ എല്ലാ കുട്ടികളെയും ഓരോ റൈഡിൽ വെച്ചേ കയറ്റിയുള്ളൂ. ഇപ്പം ഇഹാൻകുട്ടൻ്റെ റൈഡ് ഇപ്പോൾ സ്റ്റാർട്ട്. അങ്ങനെ ഇഹാൻകുട്ടൻ്റെ റൈഡിൽ കുറച്ച് പേരും കൂടെ എത്തി. അങ്ങനെ ഇനിയിപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു. ഇതൊരു ഊഞ്ഞാൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഒരു റൈഡാണ്. അപ്പോൾ ഇസബേബിയും ഹെലമോളും വെയിറ്റിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ അവർ അടുത്തൊരു റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുക. അടിപൊളിയായിരുന്നു കേട്ടോ. പിള്ളേരെല്ലാം നല്ലപോലെ എൻജോയ് ചെയ്തു. ഈവൻ ഞങ്ങൾക്കും അത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി. കാരണം കുഞ്ഞുങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ആർക്കും ഹെയ്ഡനാണെങ്കിലും ഹെയ്ഡൻ റൈഡിൽ കയറിയപ്പം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല വലിയ കാര്യമായിട്ട്. ഇഹാൻകുട്ടനാണെങ്കിലും വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇഹാൻകുട്ടനെ ഞങ്ങൾക്ക് മറ്റേ റൈഡിൽ കയറ്റാനായിരുന്നു താല്പര്യം. പക്ഷേ അതിൽ ഹൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ട്. ഹൈറ്റ് കറക്റ്റ് അല്ലെങ്കിൽ അവരതിൽ അലോ ചെയ്യില്ല. അപ്പോൾ ഈ ഒരു റൈഡ് അത്യാവശ്യം ചെറിയ കുട്ടികൾ, ഒത്തിരി ചെറിയ കുട്ടികൾക്കുള്ളതല്ല. ഇതിൽ ഇസബേബിയും ഹെലൻമോളും അലൗഡ് അല്ല ഇതിൽ. സോ ഞങ്ങൾ അവരെ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ട് അവരെ നമ്മുടെ ആ പുഴു പോലത്തെ ഒരു സാധനം ട്രെയിൻ പോലെ പോകുന്ന അതിൽ കയറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിലിരുന്ന് ഇഹാൻകുട്ടൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇഹാൻകുട്ടൻ ഈ റൈഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സൂപ്പർ ആയിട്ടായിരുന്നോ? അല്ല, തല ഇറങ്ങുന്നുണ്ടോടാ? തല ഇറങ്ങുന്നുണ്ടോ? ഇല്ല. സൂപ്പർ അല്ലായിരുന്നോ? പോടകള്ള. അങ്ങനെ ഇഹാൻകുട്ടൻ്റെ റൈഡൊക്കെ കഴിഞ്ഞ് ഹെയ്ഡനെയും ഇഹാനെയും കൂട്ടി ഞങ്ങൾ ഇസബേബിയെയും ഹെലമോളെയും ഒരു ഇതിൽ കയറ്റാൻ വേണ്ടിയിട്ട് റൈഡിൽ കയറ്റാൻ വേണ്ടി പോവാണ്. അങ്ങനെ സൻറ്റാൻ്റെ കയ്യിൽ ഏബലൂട്ടൻ കംഫർട്ടബിളായിട്ടിരുന്ന് ഉറങ്ങുക. അങ്ങനെ ഞങ്ങൾ ആ ചെറിയ റൈഡിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇസബേബിക്കും ഹെലമോക്കും പറ്റിയ പേടിയൊന്നും ഇല്ലാത്ത സൈസ് ഒരു വണ്ടിയിൽ അവരെ കയറ്റി രണ്ടുപേരെയും. സൂപ്പറായിരുന്നോ? അടിപൊളി. ഇഷ്ടപ്പെട്ട റൈഡ്? താങ്ക് യു പറ ആൻറ്റിക്ക്. താങ്ക് യു പറ. ഹെലമോൾ താങ്ക് യു. സേ താങ്ക് യു. ഓക്കെ ഹെലമോ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ തീരുവാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.